Hello, good afternoon. Good afternoon, ma'am. Good afternoon, Rejita. Hello, hello. Good afternoon. രണ്ടുപേരുള്ള ക്ലാസ്സില് ഇന്നലെ ഇങ്ങനെയായിരുന്നോ? രണ്ടുപേരുള്ള രജിതാന്റെ ശരിക്കും പേരെന്താണ്? പുഷ്കാം തന്നെയാണോ? ബുഷ്ര മുസ്തഫ. ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നില്ല, അവധിയായിരുന്നു. ഉണ്ടായിരുന്നു, ഒരു 10-11 ആൾക്കാരുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എവിടെ തുടങ്ങിയാ നമുക്ക് എടുക്കണ്ടേ? ടാലന്റ് മാനേജ്മെന്റ് ഇനീഷ്യേറ്റീവ്സിന്റെ ആ ഓരോ പോയിന്റുകളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? ആണോ? യെസ്. എവിടെ വരെ നമ്മൾ പറഞ്ഞു എന്ന് ഓർമ്മയുണ്ടോ? ഏത് പോയിന്റാ നമ്മൾ പറഞ്ഞു നിർത്തിയത്? സെൽഫ് മോട്ടിവേഷൻ. അതെ, നമ്മളുടെ റെക്കഗ്നീഷൻ, റെമ്യൂണറേഷൻ ആൻഡ് റിവാർഡ്, ഇതൊക്കെ നമ്മുടെ ടാലന്റ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. സോ ഇറ്റ് വിൽ ലീഡ് ടു ദ സക്സസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഇതെല്ലാം കൃത്യമായ രീതിയിൽ നമ്മൾ മാനേജ് ചെയ്യുകയാണെങ്കിൽ, നല്ല രീതിയിൽ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും വി ക്യാൻ റീറ്റെയിൻ ദ എംപ്ലോയീസ്. അതായത് നല്ല ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ അവിടെ തന്നെ നിലനിർത്താനായിട്ട് സാധിക്കും. അപ്പൊ അതിനു വേണ്ടി കൊടുക്കേണ്ട ചില കാര്യങ്ങളാണ് റെക്കഗ്നീഷൻ, അവർക്ക് വേണ്ട അംഗീകാരങ്ങൾ അവർക്ക് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കുക. റിവാർഡ് ആൻഡ് റെമ്യൂണറേഷൻ, അവർക്ക് കൊടുക്കേണ്ട പ്രതിഫലം, സാലറിയോ വേജസോ ഏതൊക്കെ രീതിയിലാണോ കോമ്പൻസേഷൻസ് കൊടുക്കുന്നത് അതൊക്കെ കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യാം. പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റീസ്, അവർക്ക് വികസനത്തിന് അവരുടെ എന്താ പറയാ ചലഞ്ചിങ് ആയിട്ടുള്ള പല പ്രോജക്റ്റുകളൊക്കെ അവരിൽ ഏൽപ്പിച്ച്, അതായത് അങ്ങനെയുള്ളത് ഏൽപ്പിക്കുമ്പോ എന്താ പറയാ അവർക്ക് തന്നെ ഉള്ളിൽ ഒരു മോട്ടിവേഷൻ ആണ്. കാരണം അത് നമ്മളെ ചെയ്യാനായിട്ട് ഏൽപ്പിച്ചല്ലോ എന്നുള്ള ആ ഒരു ബോധ്യം. സോ ഇറ്റ് ബിക്കംസ് സെൽഫ് മോട്ടിവേഷൻ. അത് എംപ്ലോയീസിന് കൂടുതൽ മോട്ടിവേഷൻ ഉണ്ടാക്കും,
കൂടുതൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റി കിട്ടിയതായിട്ടുള്ള ഒരു ഫീലിംഗ് വരും. ആൻഡ് ദേ ഫീൽ മോർ കോൺഫിഡന്റ്. അവർക്ക് കൂടുതൽ കോൺഫിഡൻസ് കിട്ടും. കണ്ടോ, നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ചു. അപ്പൊ ഒരു വിശ്വാസ്യത കൂടുതൽ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. പിന്നെ റോൾ ഡിസൈൻ, ഓരോ എംപ്ലോയീസും എങ്ങനെയാണ് അവരുടെ ഓർഗനൈസേഷനിൽ അവരുടെ ജോലി ചെയ്യേണ്ടത്, അവർക്ക് കമ്മിറ്റഡ് ആയിട്ടുള്ള ജോലികൾ എങ്ങനെയായിരിക്കണം അവർ ചെയ്തു തീർക്കേണ്ടത്, അതൊരു ഫ്ലെക്സിബിൾ രീതിയിലായിരിക്കണം. എംപ്ലോയീസിന്റെ ടാലന്റ് മനസ്സിലാക്കിയാണ് അവർക്ക് കൊടുക്കേണ്ട ജോലികൾ. മനസ്സിലായി? ടാലന്റ് മനസ്സിലാക്കി, അല്ലാതെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നിർബന്ധപൂർവ്വം ചെയ്യിക്കുന്നതിനേക്കാൾ ഉപരി അവരുടെ ടാലന്റ് ഒക്കെ മനസ്സിലാക്കി അവര് എളുപ്പം ചെയ്യുന്ന, വളരെ എന്താ പറയാ സാറ്റിസ്ഫൈഡോട് കൂടി ചെയ്യുന്ന രീതിയിലാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അവരെ ഏൽപ്പിക്കാം. പിന്നെ ജോബ് റൊട്ടേഷൻ, അതായത് ഓർഗനൈസേഷനിൽ വൈൽ ഡൂയിങ് ദ സെയിം വർക്ക് അല്ലെ, ഡെയിലി റുട്ടീൻ ആയിട്ട് നമ്മൾ ഒരുപാട് ജോലികൾ എല്ലാ ദിവസവും ചെയ്യുമ്പോൾ നമുക്ക് അതിൽ മടുപ്പ് തോന്നും. അത്തരം മടുപ്പ്, ബോർഡം, അല്ലെങ്കിൽ എന്താ പറയാ അത്തരം ഒരു ബോറടിയൊക്കെ, ടയേർഡ്നെസ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട്, ക്ഷീണമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് സെയിം കൈൻഡ് ഓഫ് വർക്ക് ഒക്കെ എന്താ പറയാ ചെയ്യുന്നതിൽ നിന്നും മാറ്റി അവരെ മറ്റേതെങ്കിലും ജോലിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പ്രാവശ്യം. അതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ അവർക്ക് കൂടുതൽ മോട്ടിവേഷൻസ്, കൂടുതൽ എൻഗേജ്ഡ് ആകും അത്തരം ജോലികളിൽ. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റും അതോടൊപ്പം തന്നെ എന്താ പറയാ പ്രോഗ്രാമുകൾ, അവരുടെ പുതിയ പുതിയ ഡെവലപ്മെന്റുകൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതനുസരിച്ചുള്ള ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുക. ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഓർഗനൈസേഷനിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഇന്റേൺഷിപ്പ് പോലെ, അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ കോഴ്സസ്, മറ്റ് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ് ഒക്കെ ഓർഗനൈസേഷനിൽ എംപ്ലോയീസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുക. അവരുടെ സ്കില്ല് ഒക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. സക്സഷൻ പ്ലാനിങ് നമ്മൾ പറഞ്ഞു, അതായത് ഓർഗനൈസേഷനിൽ എംപ്ലോയീസിന് ഡെവലപ്പ്, അവർക്ക് സ്വന്തമായിട്ട് വികസിക്കാൻ സാധ്യതയുള്ള, അതായത് കൂടുതൽ സക്സീഡ് ചെയ്യാൻ, വിജയിക്കാനായിട്ട് സീനിയർ പൊസിഷൻസിലേക്ക് ഇത് മുന്നേറി വരാൻ സാധ്യതയുള്ള എംപ്ലോയീസിനെ അതനുസരിച്ചുള്ള സാഹചര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെയുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള എന്താ പറയാ അതുപോലെയുള്ള എന്താ പറയാ പ്രൊമോഷൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇന്റേണൽ ആയിട്ടുള്ള പ്രൊമോഷൻസ്, അതായത് ഒരു ജോലിയിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് കുറച്ചുകൂടി സ്ഥാനക്കയറ്റം ഒക്കെ കൊടുത്ത് കിട്ടുന്ന അവസരങ്ങൾ അവർക്ക് അത് പ്രൊവൈഡ് ചെയ്യുക. സക്സഷൻ, അത് അവരുടെ വിജയത്തിലേക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ഫ്ലെക്സിബിലിറ്റി, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വർക്കിംഗ് എൻവയോൺമെന്റ് എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യണമെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ആൻഡ് ഓൾസോ ടേക്ക് പാർട്ട് ദ എംപ്ലോയീസ് ഇൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്, അതായത് തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന പ്രോസസ്സിംഗിൽ എംപ്ലോയീസിനെ കൂടുതൽ എൻഗേജ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അതും ഒരു മോട്ടിവേഷനാണ്. ആൻഡ് സെൽഫ് മോട്ടിവേഷൻ, മറ്റെന്തെല്ലാം കൊടുത്തു എന്ന് പറഞ്ഞാലും സെൽഫ് മോട്ടിവേറ്റഡ് ആകുമ്പോഴാണ് they are motivated to work. സ്വന്തമായിട്ട് തീരുമാനിക്കണം. ഞാൻ എന്റെ ജോലി വളരെ കൃത്യതയോടെ പെർഫെക്റ്റ് ആയിട്ട്, വളരെ എനർജറ്റിക് ആയിട്ട്, എന്തൂസിയാസ്റ്റിക് ആയിട്ട് ചെയ്യണമെന്ന് എന്റെ മനസ്സിൽ തോന്നും. അവിടെ നിന്ന് ഇവിടുന്നൊക്കെ പുഷും മറ്റു കാര്യങ്ങളൊക്കെ ഇല്ലാതെ സ്വന്തമായിട്ട് നമ്മൾ തീരുമാനിച്ച് നമ്മളുടെ എന്താ പറയാ ജോലികൾ ചെയ്യണം. അതിനെയാണ് സെൽഫ് മോട്ടിവേഷൻ എന്ന് വിളിക്കാം. അപ്പൊ അതുകൊണ്ട് അതില്ലാതെ ഒരു ഓർഗനൈസേഷനും ജോലി ചെയ്യാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ അതിന്റെ സക്സസിലേക്ക് എത്താൻ പറ്റില്ല. സോ ദീസ് ആർ ദ ഇമ്പോർട്ടന്റ് തിങ്സ് റിഗാർഡിംഗ് ടാലന്റ് മാനേജ്മെന്റ്. ഈ ചാപ്റ്ററിന്റെ പേര് അങ്ങനെയാണ്, ടാലന്റ് മാനേജ്മെന്റ് ആൻഡ് കോമ്പൻസേഷൻ മാനേജ്മെന്റ്. ടാലന്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഭാഗമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു തീർത്തത്. ഓക്കെ, ടാലന്റ് മാനേജ്മെന്റ്, അതിന്റെ സൈക്കിള്, ലൈഫ് സൈക്കിള് അല്ലെ, അതുപോലെ തന്നെ അതിന്റെ കുറെ എന്താ പറയാ സക്സസിലേക്ക്, ഓർഗനൈസേഷന്റെ സക്സസിലേക്ക് ഉതകുന്ന രീതിയിലുള്ള മാനേജേഴ്സ് എങ്ങനെയാണ് എംപ്ലോയീസിനെ മോട്ടിവേറ്റഡ് ആക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. സോ ഇതിന്റെ ഈ മൊഡ്യൂളിന്റെ ഒരു സെക്കൻഡ് പാർട്ടാണ് കോമ്പൻസേഷൻ മാനേജ്മെന്റ്. അടുത്ത നമ്മൾ പഠിക്കുന്നത് കോമ്പൻസേഷൻ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. രണ്ട് ഭാഗമാണ് കേട്ടോ. നമ്മൾ ഗ്രീവാൻസിലൊക്കെ പഠിച്ചാലും ഗ്രീവാൻസ് ഹാൻഡ്ലിംഗ്, എംപ്ലോയി ഡിസിപ്ലിൻ, പിന്നെ എന്താ പറയാ എംപ്ലോയി ഹെൽത്ത്, എംപ്ലോയി സേഫ്റ്റി, ഇതൊക്കെ നമ്മൾ ഒരൊറ്റ മൊഡ്യൂളിൽ അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഡിസ്കസ് ചെയ്തതുപോലെ ഇവിടെ ടാലന്റ് മാനേജ്മെന്റ് പ്ലസ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് രണ്ടുമുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത്. Now let's see what is compensation. Compensation എന്ന് പറഞ്ഞാൽ എന്താ? Compensation is the reward or remuneration which is paid to the employee for their services rendered in the business organization. ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഏതെങ്കിലും ഒക്കെ ജോലിക്കാര് അവരവരുടെ സേവനങ്ങൾ ആ ജോലി എന്താ പറയാ ആ ഒരു സ്ഥാപനത്തിന് വേണ്ടി നൽകുന്നുണ്ടെങ്കിൽ അതിന് കൊടുക്കുന്ന പ്രതിഫലം, അതാണ് കോമ്പൻസേഷൻ. ക്ലിയർ ആയോ? എന്താണ് കോമ്പൻസേഷൻ? സിമ്പിൾ ആയിട്ടുള്ള വാചകങ്ങളിൽ പറയാത്തേ ഉള്ളൂ അല്ലെ. ഈസ് ദ റെമ്യൂണറേഷൻ paid to the employees for their services rendered. ഓരോ എംപ്ലോയീസും അവര് കാഴ്ചവെക്കുന്ന സേവനത്തിന് അവർക്ക് നൽകപ്പെടുന്ന കൂലി, പ്രതിഫലം, അതിനെ നമ്മള് മൊത്തത്തില് കോമ്പൻസേഷൻ. കോമ്പൻസേഷൻസ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് ഇറ്റ്സ് എ വൈഡ് ആസ്പെക്ട്. ഒരുപാട് വിശാലമായ കാര്യങ്ങളൊക്കെ കോമ്പൻസേഷൻ ഇന്ന് വന്നിട്ടുണ്ട്. പണ്ടുള്ളതിനേക്കാൾ
ഒത്തിരി മാറ്റങ്ങൾ കോമ്പൻസേഷൻ റിഗാർഡിങ് ഇന്നത്തെ കാലത്ത് ഉണ്ട്. കാരണം പണ്ടത്തെ ട്രഡീഷണൽ രീതിയൊക്കെ എംപ്ലോയീസിന് ജോലി ചെയ്യുന്നതിന് അവർക്ക് കൊടുക്കേണ്ട കൂലികളിലൊക്കെ എംപ്ലോയർക്ക് മാത്രം തീരുമാനമെടുക്കാമായിരുന്നു ഒരു കാലഘട്ടത്തിലൊക്കെ അല്ലെ. പക്ഷെ ഇന്ന് the employees also can demand their salary or wage according to their qualification. ഇന്ന് കാലം മാറി, ഗതി മാറി അല്ലെ. എംപ്ലോയറിനേക്കാൾ കൂടുതൽ ക്വാളിഫിക്കേഷനും എഡ്യൂക്കേഷണൽ കഴിവുകളും സ്കില്ലും നോളജും ഒക്കെ ഉള്ള എംപ്ലോയിക്ക് അവന്റെ ക്വാളിഫിക്കേഷന് അനുസരിച്ച് എന്ത് ചെയ്യാം, അവന്റെ സാലറി ഡിമാൻഡ് ചെയ്യാനുള്ള ഒരു റൈറ്റ്, അവകാശമുണ്ട്. കാരണം ഐ എം കേപ്പബിൾ, എനിക്ക് അതിനുള്ള സ്കിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് ഡിമാൻഡ് ചെയ്യാം. സ്കിൽ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, നോളജ് ഉണ്ട്, ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഇറ്റ് ഷുഡ് ബി അപ്ലൈഡ് ഇൻ ദ സർവീസ്. അവർ ചെയ്യുന്ന ജോലിയിൽ അതൊക്കെ പ്രതിഫലിച്ചു കൂടി കാണും അല്ലെ. അങ്ങനെയാണ്. അപ്പൊ അതനുസരിച്ച് നമുക്ക് നമ്മൾ ഓക്കെ ആണ്, നമ്മുടെ എക്സ്പീരിയൻസ് ഉണ്ട്, അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഡിമാൻഡ് ചെയ്യാം അല്ലെ. അങ്ങനെയൊക്കെയാണ്. അപ്പൊ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ കോമ്പൻസേഷൻ തിയറിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കോമ്പൻസേഷൻ മാനേജ് ചെയ്യുന്ന കാര്യത്തിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. അപ്പൊ കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് റിഗാർഡിംഗ് കോമ്പൻസേഷൻ, കോമ്പൻസേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക, അതൊക്കെ എന്താ പറയാ മാനേജ് ചെയ്യുക. ഇറ്റ് റിഫേഴ്സ് ടു ദ എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റ് ഓഫ് സൗണ്ട് പോളിസി. അതായത് ഒരു കോമ്പൻസേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള നല്ല നല്ല നയങ്ങൾ. സൗണ്ട് മീൻസ് എന്താ? ഒച്ചന്നല്ല ഇവിടെ, നല്ലത് അല്ലെ, ഗുഡ് എന്നാണ്. നല്ല രീതിയിലുള്ള പോളിസീസ്, നല്ല രീതിയിലുള്ള പ്രോഗ്രാമുകൾ, നല്ല രീതിയിലുള്ള പ്രാക്ടീസസ് ഫോർ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ. അതായത് എംപ്ലോയീസിന് അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കുമ്പോൾ അവരും കൂടി സാറ്റിസ്ഫൈഡ് ആകണം. ആ രീതിയിൽ നല്ല രീതിയിലുള്ള കോമ്പൻസേഷൻ നിയമങ്ങള്, നല്ല രീതിയിലുള്ള കോമ്പൻസേഷൻ പ്രോഗ്രാമുകള്, പ്രാക്ടീസസ് കൊണ്ടുവരിക, അത് മാനേജ് ചെയ്യുക. അതിനെയാണ്, അത് നടപ്പിലാക്കുക. എസ്റ്റാബ്ലിഷ് ചെയ്യാൻ മാത്രമല്ല, നടപ്പിലാക്കണം. അതിനെയാണ് നമ്മൾ കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എന്താണ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് മനസ്സിലായോ? ഫസ്റ്റ് സെന്റൻസ് ആണ് ഇപ്പൊ പറഞ്ഞത്. ഓക്കെ, അണ്ടർലൈൻ ചെയ്യണം, കുറച്ച് അണ്ടർലൈൻ ചെയ്യാനുണ്ട് ആ ഒരു ഡെഫിനിഷൻ ഒക്കെ. ഒന്നാമത്തെ സെന്റൻസ് തന്നെ അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, while providing or while managing compensation, ഈ കോമ്പൻസേഷൻ നമ്മൾ മാനേജ് ചെയ്യുന്ന സമയത്ത് അതിനൊരു സയന്റിഫിക് ആൻഡ് സിസ്റ്റമാറ്റിക് അപ്രോച്ച് ആണ് കൊണ്ടുവരേണ്ടത്. ലൈക്ക് ഇക്വിറ്റബിൾ ആൻഡ് ലോജിക്കൽ മാനർ. അതായത് ഓരോരുത്തർക്കും എംപ്ലോയീസിന് കൊടുക്കുന്ന കോമ്പൻസേഷൻ എങ്ങനെയുള്ളതായിരിക്കണം? ഫെയർ ആയിരിക്കണം. എന്ന് വെച്ചാൽ എന്താ പറയാ, അൺഫെയർ ആകരുത്. അൺഫെയർ എന്ന് പറഞ്ഞാൽ എന്താ? അൺഫെയർ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നല്ല രീതിയിലുള്ള പരിഗണിക്കാതിരിക്കല് അല്ലെ. അൺഫെയർ എന്ന് പറഞ്ഞാൽ, ഫെയർ എന്ന് പറഞ്ഞാൽ എന്താ? ശരിയായ രീതിയിൽ പരിഗണിക്കുക. എംപ്ലോയീസ് ഓരോ ഫീൽഡില്, ഓരോ ഡിപ്പാർട്ട്മെന്റില്, ഒരേ ലെവൽ ഓഫ് ജോലികൾ ചെയ്യുന്നവർക്ക് ഒരേപോലെ, അല്ലാതെ അവിടെ ഡിസ്ക്രിമിനേഷൻസ് പാടില്ല. എന്ത് പാടില്ല? വിവേചനങ്ങൾ പാടില്ല. എല്ലാവരെയും തുല്യരായി കണ്ട് എല്ലാവർക്കും ഒരേപോലത്തെ റെമ്യൂണറേഷൻ കൊടുക്കാന്നല്ല കേട്ടോ. അത് നമുക്കറിയാം. ഓരോ മാനേജേഴ്സിന് കൊടുക്കുന്ന സാലറി അല്ല ഏറ്റവും താഴെയുള്ള ചിലപ്പോ വല്ല ഹൗസ് കീപ്പിംഗ് വിഭാഗത്തിൽ കൊടുക്കുന്ന സാലറി വ്യത്യാസം ഉണ്ടായിരിക്കും. അതല്ല, ഒരേ വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവരുടെ ഇടയിൽ വ്യത്യാസങ്ങളില്ലാതെ, അൺഫെയർ ആയിട്ടുള്ള രീതിയിൽ കാണിക്കാതെ, ഫെയർ ആയിട്ട്, ഇക്വിറ്റബിൾ ആയിട്ട്, തുല്യരായി കണ്ട്, ലോജിക്കൽ ആയിട്ടുള്ള രീതിയിൽ കോമ്പൻസേഷൻസ് എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള ഒരു സമീപനം കോമ്പൻസേഷനോട് കാണിക്കുക എംപ്ലോയീസിന്റെ. അതാണ് തീർച്ചയായിട്ടും കോമ്പൻസേഷൻ മാനേജ്മെന്റിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ട കാര്യം. മനസ്സിലായോ? ക്ലിയർ ആയോ? രണ്ടാമത്തെ സെന്റൻസ്, it is essentially the application of a scientific and systematic approach for compensating the employees for their work in a fair, equitable and logical manner. അതായത് എല്ലാവരോടും അവരുടേതായ രീതിയിൽ അവരുടെ ജോലിയുടെ എന്താ പറയാ കാഠിന്യവും മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതനുസരിച്ചിട്ടുള്ള അവരെ ചെയ്യുക. കോമ്പൻസേഷന്റെ കാര്യത്തില് വിവേചനങ്ങളില്ലാതെ എല്ലാവരെയും തുല്യരായിട്ട് കണ്ട് ഒരു ലോജിക്കൽ ആയിട്ടുള്ള രീതിയിൽ കോമ്പൻസേറ്റ് ചെയ്യുക. കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് കോമ്പൻസേഷൻ ടു എംപ്ലോയീസ് ഫോർ ദെയർ വർക്ക്. നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ ഓരോ എംപ്ലോയീസും അവർ ചെയ്യുന്ന ജോലി, അവർ ഓർഗനൈസേഷന് വേണ്ടി എന്താണോ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ എംപ്ലോയീസിന്റേതായ എന്താ പറയാ അവരുടേതായ ഒരുപാട് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസ് ആ ഓർഗനൈസേഷനോട് കാണിക്കേണ്ടതായിട്ടുള്ള ചില എന്താ പറയാ ഉത്തരവാദിത്തങ്ങള്, കടമകളൊക്കെ ഉണ്ട്. അതെല്ലാം അവർ ചെയ്യുമ്പോൾ അതിനവർക്ക് കിട്ടുന്ന, അവരുടെ ജോലിക്ക് അവർക്ക് കിട്ടുന്ന പ്രതിഫലം, അതിനെയാണ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന് വിളിക്കുക. മറ്റൊരു രീതിയിൽ പറഞ്ഞിരിക്കുന്നു. കോമ്പൻസേഷൻ മാനേജ്മെന്റ് ഫസ്റ്റ് സെന്റൻസ് പറഞ്ഞിരിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി മാറ്റി വേറെ രീതിയിൽ പറഞ്ഞിരിക്കുകയാണ്
മൂന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഒരു 3 പാരഗ്രാഫ് മൂന്നാമത്തെ കിടക്കണ പോലെ കിടക്കുന്ന സെന്റൻസ് ആണ്. Compensation management is concerned with the compensation to employees for their work and contribution for attaining organizational goals. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്? കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ദ ഡിസൈഡിങ് ആൻഡ് ഇംപ്ലിമെന്റിംഗ് ഓഫ് എ ടോട്ടൽ കോമ്പൻസേഷൻ പാക്കേജ്. ഓരോ എംപ്ലോയീസിനെയും റിക്രൂട്ട് ചെയ്യുന്നതിന് മുമ്പ് അവർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു കോമ്പൻസേഷൻ പാക്കേജ്, റെമ്യൂണറേഷൻ പാക്കേജ് ഉണ്ട്. എത്രയാണ്? ഇപ്പൊ സാലറി കിട്ടും, സാലറിയുടെ കൂടെ ഇന്ന സാധനം കിട്ടും, പി എ ഉണ്ട്, അല്ലെങ്കിൽ മറ്റേ അലവൻസുകൾ ഉണ്ട്, എന്തൊക്കെയാണോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതെല്ലാം അവരോട് കൃത്യമായിട്ട് ഡിസ്ക്ലോസ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക, നടപ്പിലാക്കുക. അതാണ് കോമ്പൻസേഷൻ പാക്കേജ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. കോമ്പൻസേഷൻ പാക്കേജിനെ കുറിച്ച് ഡിസൈനിങ്ങും അതിന്റെ ഇംപ്ലിമെന്റേഷനും ഒക്കെയാണ് തീർച്ചയായിട്ടും കോമ്പൻസേഷൻ മാനേജ്മെന്റിൽ വരിക. അങ്ങനെ വരുമ്പോൾ അതിനെ നമ്മള് വേജ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷനോ റെമ്യൂണറേഷൻ മാനേജ്മെന്റ് എന്നൊക്കെ പേര് പറയും. കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ മറ്റൊരു പേരുകളാണ് വേജ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ റെമ്യൂണറേഷൻ മാനേജ്മെന്റ്. എംപ്ലോയീസിന് കൊടുക്കുന്ന പ്രതിഫലം മാനേജ് ചെയ്യുക, വേജസ് ആൻഡ് സാലറി മാനേജ് ചെയ്യുക, ഇതൊക്കെയാണ് നമ്മുടെ കോമ്പൻസേഷൻ മാനേജ്മെന്റിന്റെ മറ്റു പേരുകൾ കേട്ടോ. അതൊന്നും അണ്ടർലൈൻ ചെയ്യണേ. ഇറ്റ്സ് ഓൾസോ നോൺ ആസ്, അതും അതിന്റെ മുമ്പിലുള്ള സെന്റൻസ്. ഒബ്വിയസ്ലി ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ഡിസൈനിങ് ആൻഡ് ഇംപ്ലിമെന്റിംഗ് ടോട്ടൽ കോമ്പൻസേഷൻ പാക്കേജ്. ഇറ്റ് ഈസിന് പകരം അവിടെ ചേർക്കേണ്ടത് compensation management is concerned with the designing and implementing total compensation package. മാറ്റി എഴുതാനല്ല പറഞ്ഞത്, പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ പഠിക്കുമ്പോൾ വായിച്ചു പഠിക്കുമ്പോൾ ആ ഇച്ചിന് പകരം അവിടെ കോമ്പൻസേഷൻ മാനേജ്മെന്റ് ആക്കി ചേർത്ത് വായിച്ചു പഠിക്കണം. ക്ലിയർ ആയോ? മനസ്സിലായോ? അണ്ടർലൈൻ ചെയ്തോ? Now a definition. കാഷ്യോ കൊടുത്തിരിക്കുന്ന ഒരു ഡെഫിനിഷൻ ആണ്. 1995 കോമ്പൻസേഷനെ കുറിച്ചിട്ട് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. കോമ്പൻസേഷൻ ഇൻക്ലൂഡ്സ് ഡയറക്റ്റ് ക്യാഷ് പേയ്മെന്റ്സ് ആൻഡ് indirect cash payments in the form of employees' benefits and incentives to motivate employees to strive for higher levels of productivity. ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസിന് അവരുടേതായ എല്ലാ നേട്ടങ്ങളും ഇൻസെന്റീവ്സും ഒക്കെ അവരെ എന്താ പറയാ മോട്ടിവേറ്റ് ചെയ്യാനുള്ളതാണ്. അത് മാത്രമല്ല, അവരെ മോട്ടിവേറ്റ് ചെയ്ത് അവരിൽ നിന്നും ഹയർ പ്രൊഡക്ടിവിറ്റി എന്ന് വെച്ചാൽ അവരുടെ ഉത്പാദനക്ഷമത വർദ്ധിപ്പിച്ചെടുക്കാൻ. ഇപ്പൊ ഒരു എംപ്ലോയിക്ക് ജോലിക്ക് കയറുമ്പോൾ അവർ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു സാലറി പാക്കേജ് പറഞ്ഞു, ഇത്ര രൂപ ഇത്ര ബിറ്റ്വീൻ ആണ് നിങ്ങൾക്ക് കിട്ടുക എന്ന് പറഞ്ഞു. അപ്പൊ അത് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാലറി ഓഫർ ചെയ്തു, ഓക്കെ, അതിന് എന്താ പറയാ എഗ്രി ചെയ്തിരിക്കുന്ന എംപ്ലോയീസിനെ നമ്മൾ റിക്രൂട്ട് ചെയ്തു. കുറെ കഴിഞ്ഞു, റിക്രൂട്ട്മെന്റ് ഒക്കെ കുറെ കഴിഞ്ഞപ്പോ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ എംപ്ലോയി എന്താണ് ഓർഗനൈസേഷന് ഒരുപാട് നേട്ടം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം ആ എംപ്ലോയി ചെയ്തു എന്ന് വിചാരിക്കുക, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ എംപ്ലോയി ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അത് അയാളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ആണ്, പേഴ്സണൽ ഒരു സർവീസ് ആണ് ഓർഗനൈസേഷന് വേണ്ടി. എന്ന് വെച്ചാൽ അയാൾ മുഖാന്തരം ചിലപ്പോൾ ഓർഗനൈസേഷന് പല രീതിയിലുള്ള മറ്റ് അച്ചീവ്മെന്റുകൾ, മറ്റ് നേട്ടങ്ങൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വിചാരിക്കുക. അതിന്റെ ഫലമായിട്ട് അവരെ അംഗീകരിക്കണം. അത് നിങ്ങൾ കാരണമാണ് നമുക്ക് ഇങ്ങനെ ഒരു കാര്യം കിട്ടിയത്, സോ അംഗീകരിക്കണം. അവർക്ക് അതിന് സ്പെഷ്യൽ എന്തെങ്കിലും റിവാർഡുകൾ കൊടുക്കണം, ക്യാഷ് ആയിട്ടോ മറ്റെന്തെങ്കിലും ആയിട്ട് കൊടുക്കാം, അല്ലെ? അപ്പൊ ഇതെല്ലാം ഇതിനകത്ത് പെടുന്നത് ഏതില്? കോമ്പൻസേഷൻ മാനേജ്മെന്റിൽ പെടും. ക്യാഷ് ആയിട്ടുള്ള പേയ്മെന്റുകളും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള പേയ്മെന്റുകൾ ഇൻ ദ ഫോം ഓഫ് ബെനിഫിറ്റ്, ഇൻസെന്റീവ്സ്, എന്തിനൊക്കെ ഇതൊക്കെ കൊടുക്കുന്നത് എന്തിനാ? മോട്ടിവേറ്റ് എംപ്ലോയീസ്. ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്താണ്? ആ എംപ്ലോയിക്ക് ഒരു മോട്ടിവേഷൻ ആണ്. നാളെയും ഇനിയും അവൻ അതിൽ കൂടുതൽ നല്ല നല്ല കാര്യങ്ങള് എന്താ പറയാ ഓർഗനൈസേഷന് വേണ്ടി ചെയ്യാൻ ശ്രമിക്കും. മറ്റുള്ള എംപ്ലോയീസിനും അതൊരു മോട്ടിവേഷൻ ആണ് കേട്ടോ. അങ്ങനെ ഒരാൾ ചെയ്തതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു പ്രതിഫലം കൂടുതൽ കിട്ടി, അല്ലെങ്കിൽ ഇന്ന ഒരു അംഗീകാരം കിട്ടി, അവരത് ഇന്ന ലെവലിലേക്ക് ഉയർത്തി, കണ്ടോ? ഇത് മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ ആണ്. അപ്പൊ അത്തരം മോട്ടിവേഷൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഒരു ആശയം കൂടിയാണ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? കാഷ്യോ ആണ് 1995 കോമ്പൻസേഷനെ കുറിച്ച് ഇങ്ങനെ ഒരു ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത്. ഒന്ന് അണ്ടർലൈൻ ചെയ്യാട്ടോ ഡെഫിനിഷൻ. ഓക്കെ,
നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കോൺസെപ്റ്റ് ഓഫ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് വീണ്ടും അത് തന്നെയാണ്. കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞത്. കോമ്പൻസേഷൻ മാനേജ്മെന്റിന്റെ വേറെ എന്ത് പേര് അറിയപ്പെടുക എന്ന് പറഞ്ഞു? വേജ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷൻ എന്നോ റെമ്യൂണറേഷൻ മാനേജ്മെന്റ് എന്നോ റിവാർഡ് മാനേജ്മെന്റ് എന്നോ ഒക്കെ അറിയപ്പെടുന്നത് കോമ്പൻസേഷൻ മാനേജ്മെന്റിന്റെ മറ്റ് ടേംസ് ആണ് കേട്ടോ. ഇതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ടോട്ടൽ കോമ്പൻസേഷൻ പാക്കേജ് ഡിസൈൻ ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഇംപ്ലിമെന്റ് ചെയ്യുക, ഇതിനൊക്കെ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ടേം ആണ് കോമ്പൻസേഷൻ മാനേജ്മെന്റ്, വേജ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷൻ, പിന്നെ എന്താ പറയാ റെമ്യൂണറേഷൻ മാനേജ്മെന്റ് അല്ലെങ്കിൽ റിവാർഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം പാക്കേജ് വരെ. പണ്ടത്തെ രീതിയിൽ വെച്ച് നോക്കുമ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് വെച്ച് നമ്മൾ കോമ്പൻസേഷൻ മാനേജ്മെന്റ് വിചാരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതിന്റെ അവർക്ക് കൊടുക്കുന്ന വേജസ്, കൂലി അല്ലെങ്കിൽ ശമ്പളം, സാലറി, ഇതൊക്കെ മാനേജ് ചെയ്യുക. ആ സ്ട്രക്ചർ നിശ്ചയിക്കുക. എത്ര വേജസ് കൊടുക്കണം, ഈ ഗ്രൂപ്പിൽപ്പെട്ട അല്ലെങ്കിൽ ഇന്ന ജോലി ചെയ്യുന്ന ആളുകൾക്ക് എന്താണ് അവർക്ക് കൊടുക്കേണ്ട കൂലിയുടെ ആ ഒരു സ്കെയിൽ, വേജ് സ്കെയിൽ എത്രയാണ് അല്ലെങ്കിൽ സാലറി സ്കെയിൽ എത്രയാണ്. ഇതൊക്കെയായിരുന്നു ട്രഡീഷണൽ ആയിട്ടുള്ള കോൺസെപ്റ്റ്. എന്തിനെ കുറിച്ച്? കോമ്പൻസേഷൻ മാനേജ്മെന്റിനെ കുറിച്ച്. ഇൻട്രൊഡ്യൂസ്ഡ്. അത് 1945 അങ്ങനെ തുടങ്ങി കഴിഞ്ഞപ്പോ അങ്ങനെയൊക്കെയായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ ഡ്യൂ ടു ദ പാസേജ് ഓഫ് ടൈം ഇന്ന് കാലം മാറി, ഇക്കോണമിയിലെ കാര്യങ്ങളൊക്കെ മാറി. നൗ വി ആർ ലിവിങ് ഇൻ എ ബിസിനസ് ഓറിയന്റഡ് വേൾഡ്. എങ്ങനെ തിരിഞ്ഞാലും ബിസിനസ് അല്ലെ, കച്ചവടത്തിൻ്റെതായ ആ ഒരു കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ചുറ്റുപാട് നമുക്ക് കാണാൻ സാധിക്കാം. എന്തിന് നമ്മൾ പറയാം ഹോസ്പിറ്റൽസ്, പണ്ടൊക്കെ ആതുര സേവനം അല്ലെ, ശുശ്രൂഷ സേവനം, വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി, അതൊക്കെയായിരുന്നു ഉദ്ദേശിച്ചത്. എന്താ പറയാ സമൂഹത്തിലെ ആളുകളുടെ ക്ഷേമം, രോഗമൊന്നും വരാതെ കൃത്യമായിട്ട് രോഗമൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ എല്ലാവരും വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുക. പക്ഷെ ഇന്ന് അവിടെയും ബിസിനസ് ആണ് അല്ലെ, ആ സർവീസ് എന്ന് പറയുന്ന മൈൻഡൊക്കെ മാറി. Now it has turned to business. Business ആണ്. എന്തോരം പല പല ഹോസ്പിറ്റൽസ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പീറ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? ലാഭം ഉണ്ടാക്കാൻ വേണ്ടി. എന്റെ ഹോസ്പിറ്റല്, നമ്മുടെ ഹോസ്പിറ്റല് കുറച്ച് മികച്ചു നിൽക്കണം, കൂടുതൽ കൂടുതൽ പേഷ്യൻസിന് ഇങ്ങോട്ട് കിട്ടണം, അതിന് വേണ്ടിയിട്ട് കൂടുതൽ കൂടുതൽ ഡെവലപ്മെന്റുകൾ കൊണ്ടുവരുന്നു അല്ലെ, അതിൽ നിന്നനുസരിച്ച് പേഷ്യൻസിൽ നിന്ന് ഫീസ് ഈടാക്കുന്നു, അങ്ങനെയൊക്കെ. അപ്പൊ എന്തും ബിസിനസ് മൈൻഡിലേക്ക് മാറി. അന്ന് പണ്ടൊക്കെ അങ്ങനെ എന്ത് ഈ പറഞ്ഞ വേജ്, സാലറി എന്നൊക്കെ മാത്രം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് വന്നു കഴിഞ്ഞപ്പോ ഒരുപാട് ബിസിനസ് ഫീൽഡിലേക്ക് കൂടുതൽ കോമ്പറ്റീഷൻസ് വരാൻ തുടങ്ങി. കൂടുതൽ ഈ വേജസും സാലറിയും മറ്റു രീതിയിലേക്കും അതിന്റെ ടേംസ് ഒക്കെ അങ്ങോട്ട് മാറാൻ തുടങ്ങി. അക്കോർഡിംഗ് ടു ഇറ്റ്സ് നോമൻക്ലേച്ചർ. നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ പേര്, നാമകരണം, അതിന്റെ പേരിടല് പോലെ. എന്ന് വെച്ചാൽ പുതിയ പുതിയ പേരില് കോമ്പൻസേഷൻസിന്റെ പേര് ഭാഗങ്ങൾക്ക് അത് മാറി വരാൻ തുടങ്ങി ഇന്നത്തെ കാലത്ത്. പണ്ടത്തെ നിന്നും ഒരുപാട് വ്യത്യാസം എന്താ പറയാ. കാരണം റെമ്യൂണറേഷൻസ് അല്ലെങ്കിൽ കോമ്പൻസേഷൻ എന്ന് പറയുന്നതിൽ ഒരുപാട് വിശാലമായ കാര്യങ്ങൾ കൂടി ചേർന്നു. അപ്പൊ അതെന്തൊക്കെയാണ് നമുക്ക് ഇവിടെ താഴേക്കൊക്കെ എടുത്ത് പഠിക്കാനായിട്ട്. അതിന് മുമ്പ് ആ ഒരു പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. നമ്മൾ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിരുന്നു. ആ ഒരു സെന്റൻസ് തന്നെയാണ് ഇമ്പോർട്ടന്റ് കേട്ടോ. ഒന്നാമത്തെ സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചോ? വായിച്ചില്ലേ? ഫസ്റ്റ് സെന്റൻസ് ആണ് അണ്ടർലൈൻ ചെയ്യട്ടെ. ഓക്കെ, ഇനി what is the importance of compensation management? കോമ്പൻസേഷൻ മാനേജ്മെന്റിന്റെ പ്രാധാന്യം എന്താണ്, അതിന്റെ സിഗ്നിഫിക്കൻസ് നമുക്ക് നോക്കാം. Every organization, every business organization must have a good compensation management. ഒരു നല്ല രീതിയിലുള്ള കോമ്പൻസേഷൻ മാനേജ്മെന്റ് എല്ലാ ബിസിനസ് ഓർഗനൈസേഷനും ഉണ്ടാകണം. എന്തിന്? ഒന്നാമത്തെ അതിന്റെ റീസൺ ടു റീറ്റെയിൻ ദ എംപ്ലോയി ഓർ ടു സ്റ്റിക്ക് ഓൺ ദ
കമ്പനി ഇറ്റ്സെൽഫ്. ആ എംപ്ലോയിനെ, ഓരോ എംപ്ലോയീസിനെയും അതത് ഓർഗനൈസേഷനിൽ അതത് കമ്പനിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യിപ്പിക്കാൻ, എന്ന് വെച്ചാൽ അവിടെ നിന്ന് വേറെ വിട്ടു പോകാതിരിക്കാൻ വേണ്ടി നല്ലൊരു കോമ്പൻസേഷൻ മാനേജ്മെന്റ് എല്ലാ ബിസിനസ് ഓർഗനൈസേഷനിലും കൊണ്ടുവരണം. മനസ്സിലായ? അങ്ങനെയുള്ളവർക്ക് എന്താ പറയാ, എംപ്ലോയീസ് ഇപ്പൊ നമ്മള് പുതിയ ഒരു എന്താ പറയാ കുറെ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്തു, ഒരു 1-2 മാസമൊക്കെ ജോലി ചെയ്യുമ്പോൾ അവർക്ക് പല രീതിയിലും പല കാരണങ്ങൾ കൊണ്ടും എന്താ പറയുക യോജിക്കാണ്ട് വരുന്നു. കോമ്പൻസേഷന്റെ കാര്യമാകാം, മറ്റേതെങ്കിലും റീസൺസ് കൊണ്ടാകാം. അപ്പൊ എന്ത് ചെയ്യും? ഇട്ടിട്ട് പോകാൻ പോകുന്നു, കൊഴി പോകും അല്ലെ, ലേബർ ടേൺ ഓവറിലേക്ക് പോകും. അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കാൻ, എംപ്ലോയീസിനെ അവിടെ തന്നെ പിടിച്ചു നിർത്തിപ്പിക്കാൻ ഏറ്റവും സഹായിക്കുന്ന ഒരു കാര്യമാണ് നല്ല കോമ്പൻസേഷൻ മാനേജ്മെന്റ് ഉണ്ടാകുക എന്നുള്ളത്. അപ്പൊ കോമ്പൻസേഷൻ മാനേജ്മെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഫെയർ ആയിരിക്കണം, ഇക്വിറ്റബിൾ ആയിരിക്കണം, ആൻഡ് എങ്ങനെയായിരിക്കണം, ഏത് രീതിയിലായിരിക്കണം, എന്താ പറയാ മറ്റുള്ളവരെ എല്ലാവരെയും ഒരുപോലെ നിർത്തുക, ഫെയർ ആയിട്ടുള്ള രീതിയിൽ, ഇക്വിറ്റബിൾ ആകുന്ന രീതിയിലൊക്കെയാണ് ഒരു നല്ല ലോജിക്കൽ ആയിട്ടുള്ള രീതിയിലാണ് ഒരു കോമ്പൻസേഷൻ നിശ്ചയിക്കുന്നത് ചെയ്യുന്നത്. ഇത് തന്നെയാണ് ഇവിടെ വേറെ രീതിയിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. A good compensation is must for every organization. Is must എന്ന് പറഞ്ഞാൽ നിർബന്ധമാണ്, ഇമ്പോർട്ടന്റ് തന്നെയാണ് അർത്ഥം. For every business organization, as it gives an employee a reason to stick on to the company. ആ കമ്പനിയോട് തന്നെ ചേർന്ന് നിൽക്കാനായിട്ട് എംപ്ലോയിക്ക് കൂടുതൽ ഒരു കാരണമാകുന്നത് നല്ലൊരു കോമ്പൻസേഷൻ മാനേജ്മെന്റ് ഉണ്ടാകുമ്പോഴാണ്. അർത്ഥം മനസ്സിലായോ? മനസ്സിലായില്ലേ? Okay. Now let's see what are the important advantages for a structured compensation management. ഒരു നല്ല കോമ്പൻസേഷൻ മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ ആ ഓർഗനൈസേഷൻ ഉണ്ടാകാവുന്ന നേട്ടങ്ങൾ, ഗെയിൻസ്, അതാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. എന്തൊക്കെ നേട്ടങ്ങളാണ് നല്ലൊരു കോമ്പൻസേഷൻ മാനേജ്മെന്റ് ഉണ്ടാകുന്നത്? Let's see. ഒന്നാമത്തെ, it tries to give proper refund to the employees for their contribution to the organization. ഓരോ എംപ്ലോയിയും അവൻ ചെയ്യുന്ന ജോലിക്ക് അവന് നല്ല രീതിയിലുള്ള റീഫണ്ട്, പ്രോപ്പർ ആകുന്ന രീതിയിലുള്ള റീഫണ്ട് എന്ന് വെച്ചാൽ ഞാൻ ഇത്രയും സേവനം ചെയ്തു, ആ സേവനത്തിന് അനുകൂലമായ രീതിയിൽ അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള രീതിയിൽ എനിക്ക് എന്ത് ചെയ്യുന്നു, എനിക്കൊരു ഫണ്ട്, അതായത് എനിക്ക് അതിനനുസരിച്ച് പ്രതിഫലമായിട്ട് തരുന്നു. അത് ഒരു നല്ല കോമ്പൻസേഷൻ മാനേജ്മെന്റ് ഉണ്ടായാൽ മാത്രമേ പറ്റുള്ളൂ. നല്ല രീതിയിലല്ല, ജോലിക്കാരെ കൊണ്ട് പരമാവധി ജോലി ചെയ്യിപ്പിക്കുന്നു, പക്ഷെ കൊടുക്കുന്ന വേതനം അല്ലെങ്കിൽ സാലറി വളരെ ചുരുക്കം. അങ്ങനെ വരുമ്പോ അധികം ആളൊന്നും എംപ്ലോയീസ് അവിടെ പിടിച്ചു വെക്കൂല, അവർ ഇട്ടിട്ട് പോയി കളയും. മനസ്സിലായ? അധികം പേര് എംപ്ലോയീസ് ഇങ്ങനെ ഒരിക്കലും വരുന്നവരൊന്നും പിടിച്ചു നിൽക്കുന്നില്ല എങ്കിൽ അപ്പൊ ബിസിനസ് സ്ഥാപനത്തിന് എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്നാണ് മനസ്സിലാക്കുക പുറമേന്ന്. അപ്പൊ ആൾക്കാർ എന്ത് ചെയ്യും? ഉള്ളവര് തന്നെ ഇട്ടിട്ട് പോകാൻ നോക്കും. അപ്പൊ അതാണ്, ഇറ്റ് ട്രൈസ് ടു ഗിവ് പ്രോപ്പർ റീഫണ്ട് ടു ദ എംപ്ലോയീസ് ഫോർ ദെയർ കോൺട്രിബ്യൂഷൻസ്. ഇനി ടു ഡിസ്കവർ എ പോസിറ്റീവ് കൺട്രോൾ ഓൺ ദ എഫിഷ്യൻസി, അതുപോലെ തന്നെ എംപ്ലോയീസിന്റെ എഫിഷ്യൻസി നോക്കി അവരെ മോട്ടിവേറ്റ് ചെയ്ത് കൂടുതൽ ബെറ്റർ പെർഫോമർ ആക്കി മാറ്റാനും ഓർഗനൈസേഷൻ്റെതായ സ്റ്റാൻഡേർഡ് അച്ചീവ് ചെയ്യാനും കോമ്പൻസേഷൻ മാനേജ്മെന്റിന് സാധിക്കാം. അപ്പൊ പോസിറ്റീവ് ആയിട്ടുള്ള കൺട്രോൾ ആണ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. പോസിറ്റീവ് കൺട്രോൾ ആണ്. അപ്പൊ നല്ല രീതിയിൽ ജോലി ചെയ്യുന്നവർക്ക് നല്ല രീതിയിലുള്ള കോമ്പൻസേഷൻസ് കൊടുക്കുക, അല്ലെ? നമ്മൾ ഉദ്ദേശിച്ചതിൽ നിന്നും എക്സ്പെക്ട് ചെയ്തതിൽ നിന്നും ഹയർ സ്റ്റാൻഡേർഡിലേക്ക് കുറച്ചുകൂടി നിലവാരം ഉയർന്നവർ പോകുന്ന എംപ്ലോയീസിനെ വേണ്ട രീതിയിൽ പരിഗണിക്കുക, അവരെ കോമ്പൻസേറ്റ് ചെയ്യുക, അവർക്ക് പല തരത്തിലുള്ള റിവാർഡുകൾ അല്ലെ പ്രതിഫലങ്ങളായിട്ടൊക്കെ കൊടുക്കുക, സമ്മാനമൊക്കെ പോലെ കൊടുക്കുക. അങ്ങനെ വരുമ്പോ എംപ്ലോയീസിന്റെ എന്ത് ചെയ്യും? അവർക്ക് അവരുടേതായ നല്ല നല്ല എംപ്ലോയീസിനെയാണ് അതുപോലെയുള്ളവർക്കാണ് കൊടുക്കുക. എഫിഷ്യന്റ് ആയിട്ടുള്ള എംപ്ലോയീസിന് കൊടുക്കുമ്പോൾ അത് അവർക്ക് ഒരു മോട്ടിവേഷൻ ആണ്. കൂടുതൽ ബെറ്റർ പെർഫോമൻസ് ഇനിയും കൊണ്ടുവരാനും നല്ല സ്റ്റാൻഡേർഡ് അച്ചീവ് ചെയ്യാനും എംപ്ലോയീസിനെ കൊണ്ട് സാധിക്കും. മനസ്സിലായോ? രണ്ടാമത്തെ പോയിന്റ് അത് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി, അണ്ടർലൈൻ ചെയ്യണമെന്നില്ല. 1-2 പോയിന്റ് മനസ്സിലായോ? ഒന്ന് വായിച്ചു നോക്കാമോ? Okay, അടുത്തത്, it creates a base for happiness and satisfaction for the workforce that limits the labor turnover and confers a suitable organization. ഒരു നല്ല ഓർഗനൈസേഷൻ ആക്കി മാറ്റാൻ, ലേബർ ടേൺ ഓവറിനെ കുറയ്ക്കാൻ അല്ലെങ്കിൽ അതിനെ ലിമിറ്റ് ചെയ്യാൻ എന്ത് വേണം? നല്ല കോമ്പൻസേഷൻ കൊണ്ടുവരണം. നല്ല രീതിയിലുള്ള കോമ്പൻസേഷൻ മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ എംപ്ലോയീസിന് എന്തുണ്ടാകും? സന്തോഷം ഉണ്ടാകും, ഹാപ്പിനെസ് ഉണ്ടാകും. പിന്നെ മാത്രമല്ല എല്ലാ വർക്ക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ജോലിക്കാർക്ക് എല്ലാവർക്കും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. ജോലിക്കാരുടെ സംതൃപ്തിയും സന്തോഷവും എന്താ പറയാ കൊണ്ടുവരാനും അതോടൊപ്പം തന്നെ നമുക്ക് ലേബർ ടേൺ ഓവറിനെ ഇല്ലാതാക്കാനും ഒക്കെ ഓർഗനൈസേഷൻ ഒരു സ്റ്റേബിൾ ഓർഗനൈസേഷൻ ആയിട്ട്
ക്രിയേറ്റ് ചെയ്യാനും പറ്റും. മനസ്സിലായോ? മൂന്നാമത്തെ പോയിന്റ്, ഇറ്റ് ക്രിയേറ്റ്സ് എ ബേസ് ഫോർ ഹാപ്പിനെസ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ വർക്ക് ഫോഴ്സ് ദാറ്റ് ലിമിറ്റ്സ്. അങ്ങനെ സന്തോഷമൊക്കെ കൊണ്ടുവരുമ്പോ, സംതൃപ്തിയൊക്കെ കൊണ്ടുവരുമ്പോ അത് എന്തിലേക്ക് നയിക്കും? ലേബർ ടേൺ ഓവർ ഇല്ലാണ്ടാക്കും. എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ സന്തോഷമാണ്, സാറ്റിസ്ഫൈഡ് ആണ്, എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, അപ്പൊ നമ്മൾ ഇവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യും. മനസ്സിലായോ? നമ്മളിങ്ങനെ പോകാൻ നോക്കൂല, ഇവിടെ നിന്ന് ചാടി പുറത്തേക്ക് പോകാൻ നോക്കില്ല. അയ്യോ എനിക്ക് പറ്റില്ല, ഇട്ടിട്ട് പോകണമെന്ന് തോന്നല് ഉണ്ടാകുന്നില്ല. ഓർഗനൈസേഷൻ എന്താകും? ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരും. സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ സ്റ്റേബിൾ ആകുക. അല്ലെങ്കിൽ എപ്പോഴെപ്പോഴും ജോലിക്കാരെ കണ്ടെത്തണം. ഇടയ്ക്ക് വരുന്നവരൊക്കെ 1 മാസം 2 മാസം കഴിയുമ്പോൾ തന്നെ പൊഴിഞ്ഞു പോകുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ ആ ഒരു ഓർഗനൈസേഷന്റെ സ്റ്റെബിലിറ്റി, സ്ഥിരതയെ ബാധിക്കുന്നത്. ഒരു സ്ഥിരമായിട്ടുള്ള കാര്യങ്ങളില്ല, സ്ഥിരതയില്ല. ജോലിക്കാരിന് സ്ഥിരമല്ല, കാരണം വന്നവരൊക്കെ ഇട്ടിട്ട് പോകുന്നു കേട്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു. നല്ലൊരു കോമ്പൻസേഷൻ മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ ഇതൊക്കെ കൃത്യമാക്കി കൊണ്ടുവരാനായിട്ട് സാധിക്കും. Then it evaluates the job evaluation process and helps in setting up more realistic and achievable standards. അതായത് ജോബ് ഇവാലുവേഷൻ പ്രോസസ്. ജോബ് ഇവാലുവേഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താ? കോമ്പൻസേഷൻ നമ്മൾ കൊടുക്കുന്നത് റിവാർഡുകളുടെ രൂപത്തിലോ മറ്റ് ബെനിഫിറ്റുകളുടെ രൂപത്തിലോ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ എംപ്ലോയീസിന്റെ എഫിഷ്യൻസിയെ നമ്മൾ അസസ് ചെയ്യണം. ഓരോ എംപ്ലോയീസും എത്രത്തോളം എഫിഷ്യന്റ് ആണ്, അവരുടെ കഴിവ് മികവൊക്കെ നമ്മൾ കണ്ടെത്തണം. എന്നിട്ടാണ് അവർക്ക് റിവാർഡുകളൊക്കെ കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ അത് ജോബ് ഇവാലുവേഷൻ പ്രോസസ്സിലൂടെയാണ്. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? കൂടുതൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള കൂടുതൽ നല്ല സ്റ്റാൻഡേർഡുകൾ ഫിക്സ് ചെയ്യാൻ പറ്റും. അതായത് ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ട് ആണ് താരതമ്യം ചെയ്ത് നോക്കണം. അപ്പൊ എന്റെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ എനിക്കൊരു സ്റ്റാൻഡേർഡ് വെച്ചിട്ട് ഇതാണ് നമ്മൾ ടീച്ചറിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ ടീച്ചറുടെ ജോലി അതിനുശേഷം അത് നോക്കാം നമ്മുടെ സ്റ്റാൻഡേർഡിൽ നിന്ന് എബവ് ആണോ, അല്ലെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ അപ്പുറമാണോ ടീച്ചറുടെ ടീച്ചിങ്, അല്ലെങ്കിൽ അത് ഭയങ്കര ലോ ആണ്, ഏതാണോ അത് കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അത് നമ്മുടെ കോമ്പൻസേഷൻ മാനേജ്മെന്റ് ഉള്ളത് കൊണ്ട്, ഇവാലുവേഷൻ പ്രോസസ്സ് കൃത്യമായി നടക്കുന്നത് കൊണ്ട് നമുക്ക് കൂടുതൽ നല്ല സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാനും അത് സ്റ്റാൻഡേർഡിലേക്ക് വീണ്ടും ഉയരാനും സാധിക്കും എന്നുള്ളതാണ്. ക്ലിയർ ആയോ? നാലാമത്തെ പോയിന്റ് മനസ്സിലായോ? അടുത്തത്, ഇറ്റ് ഈസ് ഡിസൈൻഡ് ടു അബൈഡ് വിത്ത് വേരിയസ് ലേബർ ആക്ട്സ്. ലേബർ ആക്ടുകൾ ഉണ്ട് കേട്ടോ, ഒരുപാട് തൊഴിലുമായി ബന്ധപ്പെട്ട കുറെ ആക്ടുകൾ ഉണ്ട്, തൊഴിലാളികളും തൊഴിലുമായിട്ട്. അതിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ആ ഗ്രീവൻസിന്റെ ഒക്കെ ലാസ്റ്റ് പറഞ്ഞു. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട്, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട്, എംപ്ലോയീസിന്റെ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. പിന്നെ പ്രൊവിഡന്റ് ഫണ്ട് ആക്ട്, അല്ലെ, ലേബറേഴ്സ് ആക്ട് ഒക്കെ, അങ്ങനെയൊക്കെ ഉണ്ട്. ഒരുപാട് ആക്ടുകളുണ്ട്. ഈ ആക്ടുകളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ, ആക്ടുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ എന്തുണ്ടാകും? There will be no conflict between the employee, trade union and management. എംപ്ലോയീസും ട്രേഡ് യൂണിയനും മാനേജ്മെന്റും തമ്മിൽ എന്തുണ്ടാവില്ല? കോൺഫ്ലിക്ട്സുകൾ ഉണ്ടാവില്ല. മനസ്സിലായോ? അവര് സമാധാനപൂർണമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരിക്കും സൃഷ്ടിക്കുന്നത്. പീസ്ഫുൾ റിലേഷൻഷിപ്പ്. കണ്ടോ, എംപ്ലോയീസും മാനേജ്മെന്റും യൂണിയനും ഒക്കെ തമ്മിൽ നല്ല സമാധാനാന്തരീക്ഷം സൃഷ്ടിക്കാനായിട്ട് സാധിക്കും. കാരണം എന്താ? നല്ല രീതിയിലുള്ള കോമ്പൻസേഷൻ മാനേജ്മെന്റ് ലേബർ ആക്ടുകൾ പ്രകാരം നമ്മൾ ഫോളോ ചെയ്യുന്നു. അപ്പൊ മാനേജ്മെന്റ് എംപ്ലോയീസ് തമ്മിൽ ഒരു പ്രശ്നമില്ല. കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത് എവിടെയാണെന്ന് അറിയോ? ഈ പറയുന്ന കോമ്പൻസേഷൻ മാനേജ്മെന്റിൽ തന്നെയാണ്. മാനേജ്മെന്റും എംപ്ലോയീസും തമ്മിൽ അബൈഡ് മീൻസ് അഡ്ഹിയർ ടു, ദാറ്റ് മീൻസ് അതായത് എന്താ പറയാ, ലേബർ ആക്ടുകളുമായിട്ട് അതിന് ബന്ധപ്പെട്ട ആക്ടുകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇറ്റ് ഈസ് ഡിസൈൻഡ് ടു വേരിയസ് ലേബർ ആക്ട്സ്, അബൈഡ് ടു, അതായത് ലേബർ ആക്ടുകളുമായി ബന്ധപ്പെട്ടിട്ടാണ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ലേബർ ആക്ടുകൾ ഉണ്ട്. അപ്പൊ ആ ആക്ടുകളുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെയാണ് ഈ പറയുന്ന കോമ്പൻസേഷൻ മാനേജ്മെന്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോ അതെന്ത് ചെയ്യണം? അവിടെ അങ്ങനെയുള്ള ഇത് നിയമപരമായിട്ട് ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കാണ്. ആ നിയമാനുസൃതമായിട്ട് തന്നെ കോമ്പൻസേഷൻ മാനേജ്മെന്റും ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും എംപ്ലോയീസിന്റെ ഇടയിൽ തർക്കങ്ങളില്ല. കാരണം നിയമത്തിലൂടെ പോകുമ്പോൾ തർക്കം ഉണ്ടാവില്ല. നിയമം തെറ്റുമ്പോഴാണ് തർക്കങ്ങൾക്ക് വഴിയൊരുക്കുക. അങ്ങനെ വരുമ്പോൾ തർക്കങ്ങളിലൊക്കെ ഇല്ലാണ്ടാക്കി നമുക്കൊരു നല്ല എംപ്ലോയി, ട്രേഡ് യൂണിയൻ, മാനേജ്മെന്റ് ആ ഒരു ട്രയാങ്കിൾ ബന്ധം കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഓർഗനൈസേഷനിൽ സൃഷ്ടിക്കാൻ പറ്റും എംപ്ലോയർ എംപ്ലോയി ഒക്കെ തമ്മിൽ. ക്ലിയർ ആയോ? മനസ്സിലായോ പോയിന്റ്? Okay, and the last one, it excites an environment of morale, efficiency and cooperation among the employees. വർക്കേഴ്സിന്റെ ഇടയിൽ നല്ല രീതിയിലുള്ള ഒരു മൊറൈൽ, ഗുഡ് മൊറൈൽ, അതായത് ഒരു നല്ല എന്തൂസിയാസ്റ്റിക് ഫീലിംഗ്, ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ, അതാണ് ഒരു മെന്റൽ കാര്യമാണ് ഈ മൊറൈൽ എന്ന് പറയുന്നത്. മാനസികമായിട്ടുള്ള ഒരു സന്തോഷം, അതുപോലെ തന്നെ അവരുടെ കാര്യക്ഷമത, അതുപോലെ തന്നെ കോപ്പറേഷൻ വിത്ത് അതർ വർക്കേഴ്സ്, മറ്റുള്ള ജോലിക്കാരുമായിട്ടുള്ള അവരുടെ സഹകരണം,
അതുപോലെ വർക്കേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ, ഇതെല്ലാം ഒരു എന്താ പറയാ ഇംപ്രൂവ് ചെയ്യാൻ കോമ്പൻസേഷൻ മാനേജ്മെന്റിന് സാധിക്കും. ക്ലിയർ ആയോ? ലാസ്റ്റത്തെ പോയിന്റ് ഓക്കെ അല്ലേ? യെസ്, അവിടെ നിങ്ങൾക്ക് വായിച്ചു നോക്കിയേ, ഒന്ന് വെറുതെ വായിച്ചു നോക്കിയാൽ മതി. ആ പോയിന്റുകൾ നിങ്ങൾ കാണാതെ ഒന്നും പഠിക്കണ്ട, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഒരു ഓർഗനൈസേഷന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഒരു നല്ല കോമ്പൻസേഷൻ മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ അതിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ആ പോയിന്റുകള് 6 പോയിന്റ് ആണ്. 6 പോയിന്റ് വേഗം വായിച്ചു നോക്കാം കേട്ടോ. വായിച്ചോ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് എല്ലാ ബിസിനസ് ഓർഗനൈസേഷനും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ്. ആൻഡ് ഓൾസോ ഇറ്റ് എൻകറേജസ് ദ എംപ്ലോയീസ് ടു പെർഫോം ദെയർ ഡ്യൂട്ടീസ്. ഓരോ എംപ്ലോയീസിനെയും അവരവരുടെ ഡ്യൂട്ടീസ് കൃത്യമായ രീതിയിൽ പെർഫോം ചെയ്യാനും അവരുടെ എക്സലൻസ് വർദ്ധിപ്പിക്കാൻ, കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ, ഗ്രോത്ത് കൊണ്ടുവരാൻ, അല്ലെ? ഓർഗനൈസേഷനിൽ അർഹിക്കുന്ന എംപ്ലോയീസിൽ ഒരുപാട് പേഴ്സണൽ വ്യക്തിപരമായ വളർച്ചയ്ക്കും കരിയർ ഡെവലപ്മെന്റും ഒക്കെ സാധ്യമാക്കുന്ന ഒന്നാണ് കോമ്പൻസേഷൻ മാനേജ്മെന്റ്. കോമ്പൻസേഷൻ മാനേജ്മെന്റ് കറക്റ്റ് ആണെങ്കിൽ ബാക്കിയൊക്കെ എന്താ പറയാ ഒബ്വിയസ്ലി അതുമായി കണക്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. ബാക്കിയൊക്കെ ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരുടെ പെർഫോമൻസ്, അവരുടെ എഫിഷ്യൻസി, ഇതൊക്കെ അതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ അതൊക്കെ ഓട്ടോമാറ്റിക്കലി വർദ്ധിച്ചു. അതാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായോ? അപ്പൊ ചുരുക്കി പറയുന്നത് നമ്മൾക്ക് ഇമ്പോർട്ടന്റ് ആണ്, അത് അണ്ടർലൈൻ ചെയ്യണം. ഇൻ ഷോർട്ട് എന്ന് വേണ്ട, അത് കഴിഞ്ഞിട്ടുള്ള ഭാഗം അണ്ടർലൈൻ ചെയ്യാം. ഇൻ ഷോർട്ട് എന്ന് പറയുന്ന വേർഡ് വേണ്ട, അതിന് പകരം sorry, അത് കഴിഞ്ഞിട്ട് കാണുന്ന ഭാഗം we can say that compensation management required as it encourages the employees to perform better and show their excellence as well as provides growth and development options to the deserving employees. Okay, ഇനി നമുക്ക് പഠിക്കാം what are the components of compensation management. കോമ്പൻസേഷൻ മാനേജ്മെന്റിന്റെ കോമ്പോണന്റുകളാണ്. അതുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കോമ്പൻസേഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇറ്റ് ഈസ് ദ റിവാർഡ് ഓർ റെമ്യൂണറേഷൻ പെയ്ഡ് ടു ദ എംപ്ലോയീസ് ഇൻ റിട്ടേൺ ഫോർ ദെയർ സർവീസസ് റെൻഡേർഡ്. എംപ്ലോയീസ് അവർ ചെയ്യുന്ന ജോലിക്ക്, അവർ കൊടുക്കുന്ന സേവനങ്ങൾക്ക് പ്രതിഫലമായിട്ട് അവർക്ക് കൊടുക്കുന്ന റിവാർഡ് അല്ലെങ്കിൽ റെമ്യൂണറേഷൻ, അതിനെയാണ് കോമ്പൻസേഷൻ എന്ന് വിളിക്കുക. ഇത്തരം കോമ്പൻസേഷൻസ് വിൽ ബി പ്രൊവൈഡഡ് ത്രൂ മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി കമ്പോണൻസ്. ഇതെങ്ങനെ കൊടുക്കും? ഈ കാശായിട്ട് മാത്രമാണോ കോമ്പൻസേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്? അല്ല, കാശായിട്ടും അല്ലാതെയും നോൺ മോണിറ്ററി ആയിട്ടുള്ള ടേംസിലൊക്കെ കോമ്പൻസേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട കമ്പോണന്റുകളായ എന്താ പറയാ കോമ്പൻസേഷൻ മാനേജ്മെന്റിന്റെ കമ്പോണന്റുകൾ നോക്കാം. വേജസ് ഓർ സാലറി, ഡിയർനെസ് ആൻഡ് അതർ അലവൻസസ്, ഇൻസെന്റീവ്സ്, ഫ്രഞ്ച് ബെനിഫിറ്റ്സ് ആൻഡ് പെർക്വിസിറ്റ്സ്. ഫ്രഞ്ച് ബെനിഫിറ്റ്സ് ആൻഡ് പെർക്വിസിറ്റ്സ്. അപ്പൊ നമുക്ക് നോക്കാം. വേജ് ഓർ സാലറി കുറെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഡിയർനെസ്സും മറ്റ് അലവൻസുകളും, ഇൻസെന്റീവ്സ്, ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ആൻഡ് പെർക്വിസിറ്റ്സ് ഓർ പെർക്ക് എന്ന് വിളിക്കും നമ്മൾ അതിനെ ഷോർട്ട് ആയിട്ട്. പെർക്വിസിറ്റ്സിന്റെ ഒരു ഷോർട്ട് ഫോം ആണ് പെർക്ക് എന്ന് പറയുന്നത്, PERK. പെർക്വിസിറ്റ്സ് എന്ന് പറയുമ്പോൾ PRQUISTSITES ആണ്. അത് പെർക്സിൽ വരുമ്പോ PRKS വരും കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അത്. അപ്പൊ ഏതൊക്കെയാണ്? വേജ്, സാലറി. രണ്ടും ഏതായാലും നമുക്കറിയാം ചെറിയ വ്യത്യാസത്തിലേ ഉള്ളൂ രണ്ടും തമ്മില്. അതിന്റെ ആ പേരില്
ഡിയർനെസ്സും മറ്റ് അലവൻസും ഇൻസെന്റീവ്സും ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ആൻഡ് പെർക്വിസിറ്റ്സ്. ഒന്നാമത്തേത് വേജ് ഓർ സാലറി. അതിൽ തന്നെ വേജസ് എന്താ നമുക്ക് നോക്കാം. എന്താണ് വേജസ്? What do you mean by wages? Wages is the term which is used for the payment of remuneration to the workers appointed on daily or weekly basis in return for their services rendered. ഒരു എംപ്ലോയി ജോലി ചെയ്യുമ്പോൾ അവർക്ക് ആ ജോലിക്ക് കൊടുക്കുന്ന അവർ ചെയ്യുന്ന സേവനത്തിന് നൽകുന്ന കൂലി മേ ബി ഡെയിലി ആകാം അല്ലെങ്കിൽ വീക്കിലി ആകാം, ആഴ്ചയായിട്ടോ അല്ലെങ്കിൽ ദിവസത്തിലോ അവർ ചെയ്യുന്ന കൂലി കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മള് വേജ് എന്ന് ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? വേജസ് എന്താണെന്ന് മനസ്സിലായോ? ആഴ്ചയുടെ ബേസിസിലോ ദിവസങ്ങളുടെ ബേസിസിലോ പ്രതിഫലമായിട്ട് ജോലി ചെയ്യുന്ന ജോലിക്കാർക്ക് അവരുടെ കൂലിയായി കൊടുക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് വേജ് എന്ന്. മനസ്സിലായോ? സോ അത് ഈ വേജസ് എങ്ങനെയാണ്? എല്ലാവർക്കും ഒരുപോലത്തെ വേജസ് ആണ്? നോ, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫിസിക്കൽ ആൻഡ് മെന്റൽ റിക്വയർമെന്റ്സ്. ഒരു ജോലി ചെയ്യുമ്പോൾ ആ ജോലിക്ക് എത്രത്തോളം ശാരീരികമായിട്ടുള്ള അധ്വാനം വേണം, എത്രത്തോളം മെന്റൽ പവർ ശക്തി വേണം ആ ജോലി ചെയ്യാൻ, അതനുസരിച്ച് വേജസ് മാറിക്കൊണ്ടിരിക്കും, വേരി ചെയ്തുകൊണ്ടിരിക്കും. വേരീസ് പറഞ്ഞാൽ എന്താ? വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുക. വ്യത്യാസമുണ്ട് കേട്ടോ, എല്ലാവർക്കും ഒരേപോലെ എല്ലാ കൂലി കിട്ടുക, വ്യത്യാസം ഉണ്ടായിരിക്കും. വേജ് മേ ബി മിനിമം വേജ്, ഫെയർ വേജ് ആൻഡ് ലിവിംഗ് വേജ്. ഈ വേജസിനെ തന്നെ വീണ്ടും 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? മിനിമം വേജ്, ഫെയർ വേജ് ആൻഡ് ലിവിംഗ് വേജ്. ഫെയർ ആയോ? എന്താണ് വേജ് എന്ന്? വേജ് എന്താണെന്ന് മനസ്സിലായോ? 2 സെന്റൻസും അണ്ടർലൈൻ ചെയ്യണം. ഒന്ന് വായിച്ചു നോക്കണം. വേഗം വായിച്ചു നോക്കിയേ. അണ്ടർലൈൻ ചെയ്യുക, വായിച്ചു നോക്കുക. വായിച്ചോ? ഓക്കെ. അപ്പൊ വേജസിനെ 3 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. മിനിമം, ഫെയർ ആൻഡ് ലിവിംഗ് വേജ്. എന്താ നോക്കാം നമുക്ക്. മിനിമം വേജ് അതിന്റെ ആദ്യത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തത് കേട്ടോ. The term wage refers to the remuneration paid to workers appointed on hourly, daily or weekly basis. കേട്ടോ, അണ്ടർലൈൻ ചെയ്തത്. മണിക്കൂറുകൾക്ക് കൊടുക്കണ്ട് കൂലിയായിട്ട്, അതൊക്കെ കൂലിയിൽ പെടും. ചില ജോലി ഇത്ര മണിക്കൂർ ചെയ്താൽ മതി എന്നുണ്ട്. നമ്മള് ചില ഗസ്റ്റ് ആയിട്ടൊക്കെ ജോലിക്കൊക്കെ വിളിക്കുമ്പോ ടീച്ചേഴ്സ് ഒക്കെ ആയിട്ട് ജോലിക്ക് പോകുന്നത് ഗസ്റ്റ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത് അവർക്ക് അവർലി ബേസിസ് വേജസ് ആണ്. അവർലി വേജസിനാണ് അവരെ എടുക്കുക. അങ്ങനല്ലേ? കേട്ടിട്ടുണ്ടോ അങ്ങനെ? അവർലി വേജസിനെ പറയുന്നത്. അതന്നെ, അതൊക്കെ അങ്ങനെ വരും. ചിലപ്പോ ദിവസത്തില് 2 മണിക്കൂർ മാത്രം ക്ലാസ് എടുക്കാൻ ചെല്ലുന്നു, അല്ലെങ്കിൽ ഒരു വീക്കില് ഇത്ര ദിവസം ക്ലാസ് എടുക്കുന്നു, അങ്ങനെയൊക്കെ. അപ്പൊ അവരുടെ എന്താ പറയാ ആ ഒരു റിവാർഡ് അല്ലെങ്കിൽ റെമ്യൂണറേഷൻ വിൽ ബി പെയ്ഡ്. ചിലപ്പോൾ ഡെയിലി കൊടുക്കും, അല്ലെങ്കിൽ വീക്കിലി കൊടുക്കും, അല്ലെങ്കിൽ അവർലി ആണെങ്കിൽ അവർലി കൊടുക്കും. ഇറ്റ് ഡിപെൻഡ്സ് അപ്പോൺ ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്തിരിക്കും. ഫസ്റ്റ് വൺ മിനിമം വേജ് ആണ്. എന്താണ് മിനിമം വേജ് എന്ന് പറഞ്ഞാൽ? മിനിമം വേജ് ഈസ് ദ wage which is sufficient to meet the basic needs of the worker and his family. ഒരു ജോലിക്കാരൻ അയാളുടെ ഫാമിലിക്കും ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ മാത്രം നിറവേറ്റാൻ ഉതകുന്ന രീതിയിലുള്ള കൂലി. ബേസിക് ആയിട്ടുള്ള ആവശ്യം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ആൾക്ക് ചെലവാക്കാൻ പറ്റുള്ളൂ. അതിനെയാണ് നമ്മള് മിനിമം വേജ് എന്ന് വിളിക്കുക. ഞാനിപ്പോ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്റെ ബേസിക് നീഡ്സ്, ലക്ഷറി അല്ല, ഭയങ്കര ആഡംബരമായ കാര്യമല്ല, ബേസിക് ആയിട്ടുള്ള കാര്യം. എന്തായാലും ഒരു ദിവസത്തില് 2 നേരം അല്ലെങ്കിൽ 3 നേരം ഭക്ഷണം കഴിക്കാൻ പറ്റണം, അത്യാവശ്യത്തിന് നമുക്ക് എന്താ പറയാ ഇടാൻ ഉടുപ്പ് വേണം, അങ്ങനെയുള്ള ചില കാര്യങ്ങളല്ലേ, അതൊക്കെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു റേറ്റ് ഓഫ് എമൗണ്ട്, അതിനെയാണ് നമ്മള് വേജസ് എന്ന്, മിനിമം വേജസ് എന്ന് വിളിക്കാം. ഇനി ആ മിനിമം വേജസ് എന്തായാലും ഏത് ബിസിനസ് ഓർഗനൈസേഷൻ ആണെങ്കിലും മസ്റ്റ് ഹാവ് ദ കപ്പാസിറ്റി ടു പേ ദ മിനിമം വേജ്. മിനിമം വേജ് എന്ന് പറയുന്നത് വർക്കർക്ക് കൊടുത്തോളാം. അതായത് വർക്കറിന്റെ കപ്പാസിറ്റി എത്രത്തോളം ഉണ്ടെന്നൊന്നും നോക്കാൻ പാടില്ല.
എനിക്ക് ഈ മിനിമം വേജ് ആൾക്ക് കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ ഇല്ലേന്നൊന്നും എംപ്ലോയർ നോക്കാൻ പാടില്ല. അത് നോക്കാതെ തന്നെ ഓഫർ ചെയ്തിരിക്കുന്ന മിനിമം വേജ് എത്രയാണോ അത് വേറെ ഒന്നും നോക്കാതെ ആൾക്ക് കൊടുക്കുകയാണ്. കാരണം അവർക്കത് വീട്ടിൽ കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് കൂടുതൽ ഇരട്ടിപ്പിച്ച കാശ് ഉണ്ടാക്കാനോ ഉള്ളതല്ല. അവരുടെ ബേസിക് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ മാത്രമേ അത് കഴിയുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഇൻഡസ്ട്രിയുടെ ഓർഗനൈസേഷന്റെ കപ്പാസിറ്റി നോക്കിയിട്ടല്ല ആ പേയ്മെന്റ് നടത്തേണ്ടത്. അത് ഇറസ്പെക്റ്റീവ് ആണ്. ഇറസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, അതിനെ കണക്കിലെടുക്കാതെ തീർച്ചയായിട്ടും മിനിമം വേജ് ഓഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൊടുത്തിരിക്കണം. ക്ലിയർ ആയോ? ദ കമ്മിറ്റി ഓൺ ഫെയർ വേജ്, ഒരു കമ്മിറ്റി ഉണ്ട്. അതിന് മിനിമം വേജിനെ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എന്താ നോക്കിയ ഡെഫിനിഷൻ? The wage must provide not only for the bare substance of life but for the preservation of the efficiency of the workers. വർക്കേഴ്സിന്റെ എഫിഷ്യൻസിയെ പിടിച്ചു നിർത്താൻ, ചിലപ്പോൾ രോഗമൊന്നും വരാതെ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ പറഞ്ഞേക്കട്ടെ. അവരുടെ ഭക്ഷണം, അവര് ജോലി ചെയ്യണമെങ്കിൽ ആരോഗ്യം വേണം, ആരോഗ്യം വേണമെങ്കിൽ ഭക്ഷണം കഴിക്കണം അല്ലെ. ആ ഭക്ഷണം, അത്യാവശ്യത്തിന് മരുന്ന്, മറ്റു കാര്യങ്ങളൊക്കെ. അപ്പൊ അല്ലാണ്ട് വെറുതെ അവരുടെ ജീവനെ ഇങ്ങനെ നിലനിർത്താൻ വേണ്ടി മാത്രമുള്ളത് ആണെന്ന് വിചാരിക്കരുത്. അതാണ് എന്താ പറയാ നമ്മുടെ കമ്മിറ്റി ഓഫ് ഫെയർ വേജ് എന്ന് പറയുന്നത് മിനിമം വേജസിനെ കുറിച്ചിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് മിനിമം വേജ് മസ്റ്റ് പ്രൊവൈഡ് മെഷർ ഓഫ് എഡ്യൂക്കേഷൻ, മെഡിക്കൽ റിക്വയർമെന്റ്സ് ആൻഡ് ആമിനിറ്റീസ്. ആമിനിറ്റീസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ദൈനംദിന ജീവിതത്തിൽ വേണ്ട കാര്യങ്ങൾ, അതാണ് ഡെയിലി അവർക്ക് വേണ്ട കാര്യങ്ങൾ, അതാണ് കേട്ടോ. അപ്പൊ ആവശ്യത്തിന് വിദ്യാഭ്യാസം, ഹയർ സ്റ്റഡീസിലൊന്നും പോണ കാര്യമല്ല ഉദ്ദേശിക്കുന്നത്. അടിസ്ഥാന വിദ്യാഭ്യാസം, അതുപോലെ മെഡിക്കൽ റിക്വയർമെന്റ്സ്, അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടി വരുന്ന ചെലവുകൾ, ഇതൊക്കെ മിനിമം വേജിൽ ഉണ്ടായിരിക്കണം. ക്ലിയർ ആയോ? മനസ്സിലായോ? അപ്പൊ നിങ്ങള് ആദ്യത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം, രണ്ടാമത്തെ സെന്റൻസും അണ്ടർലൈൻ ചെയ്യാം. പിന്നെ അണ്ടർലൈൻ ചെയ്യേണ്ടത് മിനിമം വേജ് മസ്റ്റ് പ്രൊവൈഡ്. ലാസ്റ്റ് സെന്റൻസിൽ ഫോർ ദിസ് പർപ്പസ് വേണ്ട, അതല്ലാത്ത മിനിമം വേജ് മസ്റ്റ് പ്രൊവൈഡ് സം മെഷേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ, മെഡിക്കൽ റിക്വയർമെന്റ്സ് ആൻഡ് ആമിനിറ്റീസ്. അത് അണ്ടർലൈൻ ചെയ്യാം. 3 സെന്റൻസ്. കേൾക്കോ? ഓക്കെ, അടുത്തത് ഫെയർ വേജ് ആണ്. ഫെയർ വേജ് അടുത്തത് നോക്കാം നമുക്ക്. എന്താണ് ഫെയർ വേജ്? വീണ്ടും കമ്മിറ്റി ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഫെയർ വേജ് എന്താന്ന് വെച്ചാലേ, ഫെയർ വേജ് ഈസ് ദ വേജ് വിച്ച് ഈസ് ബിറ്റ്വീൻ ദ മിനിമം വേജ് ആൻഡ് ലിവിംഗ് വേജ്. ലിവിംഗ് വേജിന്റെയും മിനിമം വേജ്, തൊട്ട് മുകളിൽ പഠിച്ച മിനിമം വേജില്ലേ, ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ വരുന്ന, എന്ന് വെച്ചാൽ മിനിമം വേജിനേക്കാൾ കൂടുതലും ലിവിംഗ് വേജിനേക്കാൾ കുറവും എന്ന രീതിയിൽ നിൽക്കുന്ന വേജസിനെയാണ് നമ്മൾ ഫെയർ വേജ് എന്ന് പറയുന്നത്. മനസ്സിലായോ? മിനിമം വേജിൽ ഇച്ചിരി കൂടുതലായിരിക്കും, നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനേക്കാൾ കുറച്ച് കൂടുതൽ എമൗണ്ട് ഉണ്ട്, എന്നാൽ അത് ലിവിംഗ് വേജിന്റെ താഴെയുമായിരിക്കും. ഈ രീതിയിലുള്ള വേജസ് ആണ് ഫെയർ വേജ് എന്നാണ് നമ്മുടെ എന്ത് പറയുന്നത്, കമ്മിറ്റി ഓൺ ഫെയർ വേജ് പറയുന്നത്. ഇതിങ്ങനെ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. മിനിമം വേജ് ആൻഡ് ദ കപ്പാസിറ്റി ടു പേ ബൈ ദ ഇൻഡസ്ട്രി. അതായത് മിനിമം വേജ് കപ്പാസിറ്റി ഒന്നും നോക്കാണ്ട് കൊടുത്തോളാം. അത് കഴിഞ്ഞ് അതിനേക്കാൾ ഉപരി ഫെയർ വേജ് ആണെങ്കിൽ നമ്മുടെ കഴിവുണ്ടെങ്കിൽ അതിന്റെ കൂടി കൊടുക്കാം, പ്ലസ്. അതാണ് 1000 രൂപയാണ് ഒരു ദിവസത്തെ വേജസ് ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിച്ചെങ്കിൽ കമ്പനിക്ക് അല്ലെങ്കിൽ ഇൻഡസ്ട്രിക്ക് കേപ്പബിലിറ്റി ഉണ്ട്, കപ്പാസിറ്റി ഉണ്ട് കുറച്ചുകൂടി കൂടുതൽ കൊടുക്കാൻ ഫെയർ വേജസ് ആയിട്ട്. അപ്പൊ അതിന്റെ കൂടെ ഇതുകൂടി പ്ലസ് ചെയ്ത് കൊടുക്കാം. അതാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ. അപ്പൊ നമ്മളുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫെയർ വേജ് എന്ന് പറയുന്നത് ആ ഫെയർ വേജിന്റെ ഏറ്റവും മിനിമം അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മിനിമം വേജ് ഒക്കെ ആയിരിക്കും. മിനിമം വേജിന്റെ കൂടെ പ്ലസ് ഇട്ടിട്ടാണ് നമ്മള് ഫെയർ വേജിലേക്ക് കപ്പാസിറ്റി എന്താണോ നമ്മുടെ ഇൻഡസ്ട്രിയുടെ കപ്പാസിറ്റി കൂടുതൽ കൊടുക്കാൻ എത്രയുണ്ടോ അതുകൂടി കൂട്ടുമ്പോഴാണ് എന്താകുക, ഫെയർ വേജ് ആകുക. മനസ്സിലായോ? അപ്പർ ലിമിറ്റ് കമ്പനിക്കാണ് ചൂസ് ചെയ്യാനുള്ളത്. എത്ര കൊടുക്കണം, മിനിമം വേജിന്റെ കൂടെ എത്ര രൂപ കൂട്ടണം, ലിവിംഗ് വേജിന്റെ അത്ര എത്താൻ പാടില്ല, അതിനേക്കാൾ താഴെ അത് എത്ര വേണമെന്ന് കമ്പനി ക്യാൻ ഡിസൈഡ്.
or the industry can decide. Industry ആണ് തീരുമാനിക്കുക. ക്ലിയർ ആയല്ലോ? മനസ്സിലായ? ഫെയർ വേജ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില ഘടകങ്ങളുണ്ട്, ചില ഫാക്ടേഴ്സിൽ ഡിപ്പെൻഡഡ് ആണ് ഫോർ പ്രൊവൈഡിങ് ഫെയർ വേജ്. ഫെയർ വേജ് കൊടുക്കുന്നതിന് ബന്ധപ്പെട്ട ചില ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ. ലേബറിന്റെ ഉൽപാദനക്ഷമത, ജോലിക്കാരന്റെ ഉൽപാദനക്ഷമത, ജോലിക്കാരൻ എത്രത്തോളം ജോലി നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് അതിനെ ആശ്രയിച്ചിരിക്കും. പ്രിവെയിലിംഗ് റേറ്റ്സ് ഓഫ് വേജ്, പിന്നെ ആ ഒരു എന്താ പറയാ സ്ഥലത്തും അതിന്റെ ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങളിലും ആ ഒരു പ്രത്യേക ജോലിക്ക് എന്ത് കൂലിയാണ് നൽകപ്പെടുന്നത് അത് എങ്ങനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മനസ്സിലായ? ഇപ്പൊ നമ്മളിപ്പോ ഒരാൾക്ക് ഇപ്പൊ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ നോക്കിക്കൊണ്ടാ എന്താ പറയാ, നമ്മുടെ കൺസ്ട്രക്ഷൻ വർക്ക് ഒക്കെ നടക്കുമ്പോ അതിനൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അല്ലെ. അത് പല സ്ഥലങ്ങളിലും പല രീതിയിലാണ്. ചിലപ്പോ 1000 പ്ലസ് 1000 അതിന്റെ ഒരു ഫെയർ വേജ്, ഫെയർ ആയിട്ടുള്ളത് അത് മിനിമം വേജ്. അതിന്റെ ഒപ്പം അക്കോർഡിംഗ് ടു ദ പ്രൊഡക്ടിവിറ്റി, ചില ആൾക്കാർ ഭയങ്കര നല്ല കാര്യക്ഷമമായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് അതനുസരിച്ച് അവർക്ക് ഡിമാൻഡ് ചെയ്യാം, അവരുടെ കപ്പാസിറ്റി അനുസരിച്ച്. അപ്പൊ ചിലപ്പോ ചില സ്ഥലത്ത് അത് 1500, ചിലപ്പോ 1200, ചിലപ്പോ 1300. അപ്പൊ ആ നെയ്ബറിംഗ് ലൊക്കാലിറ്റിയിൽ എത്രയാണോ അവിടെ കൊടുക്കുന്നത് അതിനെയും കൂടി ആശ്രയിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫെയർ വേജ് നിശ്ചയിക്കപ്പെടുന്നത്. അതൊരു മറ്റൊരു ഫാക്ടറാണ്. ക്ലിയർ ആയോ? മനസ്സിലായോ? നെയ്ബറിംഗ് ലൊക്കാലിറ്റിയിലെയും കൂടി കൺസിഡർ ചെയ്തിട്ട്, അല്ലാണ്ട് ഇവിടെ ഇപ്പൊ 1000 ആണ് കൊടുക്കുന്നത്, നെയ്ബറിംഗ് സ്ഥലത്ത് വേറെ അവര് നോക്കിയിട്ട് അവർ 2000 കൊടുക്കുന്നു. അപ്പൊ ഒരു എന്താ പറയാ, ഒരു എന്താ പറയാ, നമ്മള് സിമിലാരിറ്റി ഇല്ലാത്ത പോലെ നമുക്ക് തോന്നും അല്ലെ. ഒരു പ്രൊപ്പോർഷൻ അല്ല, 1000-ൽ നിന്ന് നേരെ ഡബിൾ ആണ് വേറെ സ്ഥലത്ത് അതേ ജോലിക്ക് കൊടുക്കുന്നത്. അങ്ങനെ പാടില്ല. അപ്പൊ ഒരു ഫെയർ ആയിട്ടുള്ള രീതിയിൽ എല്ലാവരും കൂടി നിശ്ചയിക്കുന്ന രീതിയിൽ, അപ്പൊ അതിനെ കൂടി നോക്കിയിട്ടാണ് ബാക്കിയുള്ളവർ ആ ഒരു കൂലി നിശ്ചയിക്കുക. വലിയ വ്യത്യാസം ഒന്നും വരാൻ വഴിയില്ല. ക്ലിയർ ആയോ? പ്രിവെയിലിംഗ് റേറ്റ് ഓഫ് വേജസ് ഇൻ ദ സെയിം ഓർ നെയ്ബറിംഗ് ലൊക്കാലിറ്റീസ്. പിന്നെ മറ്റൊന്ന്, ഫെയർ വേജസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നാഷണൽ ഇൻകം ആൻഡ് ഇറ്റ്സ് ഡിസ്ട്രിബ്യൂഷൻ. നമ്മുടെ ദേശീയ വരുമാനം, ദേശത്തിന്റെ വരുമാനവും അതിന്റെ വിതരണവും. ദേശീയ വരുമാനം, നാഷണൽ ഇൻകം ഷുഡ് ബി ഡിവൈഡഡ് എമംഗ് ദ നേഷൻ. നേഷന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ദേശീയ വരുമാനം ദേശത്തിലെ എല്ലാ ആളുകൾക്കുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നാഷണൽ ഇൻകം ഡിപ്പെൻഡ് ചെയ്തു എന്ത് ചെയ്യുന്നുണ്ട്, ഫെയർ വേജ് നിശ്ചയിക്കപ്പെടുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് വൺ, പ്ലേസ് ഓഫ് ഇൻഡസ്ട്രി. ഒരു ഇക്കോണമിയിൽ എവിടെയാണ്, ഒരു രാജ്യത്ത് എവിടെയാണ് ആ ഒരു ഇൻഡസ്ട്രി സ്ഥിതി ചെയ്യുന്നത്, അതിന്റെ ആ സ്ഥലത്തിന്റെ പ്രത്യേകത അതനുസരിച്ചിട്ടും നമ്മുടെ ഫെയർ വേജില് മാറ്റം വരും. അപ്പൊ ഫെയർ വേജ് നിശ്ചയിക്കാൻ വേണ്ട പ്രധാനപ്പെട്ട 4 ഘടകങ്ങൾ, ഫാക്ടേഴ്സ് ആണ്: പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ, പ്രിവെയിലിംഗ് റേറ്റ് ഓഫ് വേജസ്, പിന്നെ ലെവൽ ഓഫ് നാഷണൽ ഇൻകം, പ്ലേസ് ഓഫ് ഇൻഡസ്ട്രി. ഈ 4 ഇങ്ങനെ പഠിച്ചാൽ മതി. മനസ്സിലായോ? അപ്പൊ ഫെയർ വേജ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്തിലാണ് എന്ന ആ ചോദ്യത്തിന് ഉത്തരങ്ങൾ നമ്മൾ കൊടുക്കേണ്ടത് എല്ലാത്തിനും ഇവിടെ വരെ വന്നു. ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടാ. പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ, prevailing rate of wages, level of national income, place of industry. അത്ര മതി, ബാക്കി വേണമെന്നില്ല. അണ്ടർലൈൻ ചെയ്യാമോ? അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഫെയർ വേജ് എന്ന് പറയുന്നത് നിശ്ചയിക്കപ്പെടുന്നത് എന്തിന്റെ ബേസിസിലാണ്? ഡിപ്പെൻഡഡ് ഓൺ ദ കപ്പാസിറ്റി ഓഫ് ദ ഇൻഡസ്ട്രി, ഇൻഡസ്ട്രിയുടെ കപ്പാസിറ്റിയും ആൻഡ് ദ പ്ലേസ് വേർ ദ ഇൻഡസ്ട്രി ഈസ് ലൊക്കേറ്റഡ്. എവിടെയാണ് ഇൻഡസ്ട്രി ലൊക്കേറ്റ് ചെയ്യുന്നത്, ഈ 2 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഫെയർ വേജസ് നിശ്ചയിക്കപ്പെടുന്നത്. ആ സെന്റൻസ് കൂടി അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഒന്ന് വായിച്ചു നോക്കിയേ, മിനിമം വേജും ഫെയർ വേജും ഒന്ന് വായിച്ചു നോക്കിയേ. അണ്ടർലൈൻ ചെയ്ത സെന്റൻസുകൾ മാറിപ്പോകരുത്.
വായിച്ചോ. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ദിവസം എടുക്കാം. അങ്ങനെ എടുക്കുന്നുള്ളൂ. നന്നായി വായിച്ചു നോക്കുക കേട്ടാ. വായിച്ചു നോക്കി പഠിക്കുക. ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ, കോമ്പൻസേഷൻ ഒക്കെ. ഓക്കെ ഓക്കെ, ബൈ. നമുക്ക് ബാക്കി അടുത്ത ദിവസം എടുക്കാം.